ഹലോ ഗൈസ്, അനിമൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്ററായിട്ടുള്ള 1174 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തവരെ ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള അൽത്താഫ് മുഹമ്മദ് 6186 100 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം ബ്രോ. അതേപോലെ തന്നെ ഈ സപ്പോർട്ടിന് ഒരു വലിയ നന്ദി. അടുത്തതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ അഭിനവ് 100 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു സ്ഥിരം സപ്പോർട്ടർ കൂടെ കിട്ടിയല്ലോ, ഒരുപാട് സന്തോഷം ബ്രോ ആൻഡ് താങ്ക്സ് എ ലോട്ട്. അടുത്തതായിട്ട് സബ്സ്ക്രൈബർ ആയിട്ടുള്ള അഭിലാഷ് KV 9762 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ വാക്കുകൾക്കും അതേപോലെ തന്നെ ഈ തരുന്ന സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ബ്രോ. അടുത്തതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ അനു MDZ 2715 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയതിനൊന്നും ഒരു സോറിയും പറയേണ്ട ആവശ്യമില്ല ബ്രോ. നിങ്ങളിപ്പോൾ ഈ തരുന്ന സപ്പോർട്ടൊക്കെ ഒരു വലിയ സപ്പോർട്ടാണ്. ഇങ്ങനെ കൂടെ നിൽക്കുന്നതിന് ഒരു വലിയ നന്ദിയുണ്ട് അനുറിൻ ബ്രോ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഫുൾ ബോയ് 10 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. ഈ വൺ പീസ് വീഡിയോസിന് നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടിന് ഒരു വലിയ നന്ദിയുണ്ട് റിസ്വാൻ ബ്രോ. അടുത്തതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ മാലിപ്സ് 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോയ്ക്കും വൈഫിനും ഒക്കെ സന്തോഷമായി എന്നറിഞ്ഞതിൽ എനിക്കും ഒരു വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ തരുന്ന സപ്പോർട്ടിന് ഒരു വലിയ നന്ദി. ഇനി നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ക്വാറന്റീൻ എക്സ് 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ നന്ദി ഹരീഷ് ബ്രോ ഈ വലിയ സപ്പോർട്ടിന്. ഇവരോടൊപ്പം തന്നെ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് കട്ട സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുന്ന എൻ്റെ മറ്റെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാലേ എനിക്ക് വീഡിയോ കൂടുതൽ ഇമ്പ്രൂവ് ആക്കി നല്ല വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ. അപ്പോൾ ഈ സപ്പോർട്ട് നിർത്താതെ ഇതേപോലെ തന്നെ തുടരുക. വീഡിയോ ഇടുന്ന കാര്യം ഞാൻ ഏറ്റു. അതേപോലെ തന്നെ ഈ വീഡിയോയോട് കൂടി നമ്മുടെ ചാനൽ 6000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. റോജർ ഒരു ടീറെക്സിനെ ഒരു പെറ്റിനെ പോലെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ചിത്രമാണ് കവർ ഫോട്ടോ. പുള്ളി അതിന് വലിയൊരു കഷ്ണം ഇറച്ചിയൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ തലയിലാണെങ്കിൽ റോജറിന്റെ ആ ജോളി റോജറിന്റെ ചിത്രമുള്ള ഹാറ്റൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഹാർബറിൽ ആ കപ്പൽ പൊളിഞ്ഞു വീണത് കണ്ടിട്ട് സോമേഴ്സിന് ശരിക്കും കുരു പൊട്ടിയിട്ടുണ്ട്. അങ്ങേര് പറയുന്നുണ്ട്, നാശം, ആ ഡ്രീം മോൺസ്റ്റർ എല്ലാം നശിപ്പിച്ചു, കപ്പലും പൊളിഞ്ഞു, മൊത്തത്തിൽ പണി കിട്ടി. ഇപ്പോൾ നോക്കിയാൽ ആ നിക്ക വന്ന് വീണിട്ട് ആ കപ്പൽ കിടന്ന് അത്രയും ഭാഗത്തെ സീ ക്ലൗഡ്സ് വരെ മൊത്തമായിട്ട് പൊളിഞ്ഞ് താഴേക്ക് വീണു. സോ ഇപ്പോൾ അവിടുന്ന് താഴേക്ക് വലിയൊരു കുഴി ഫോം ആയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് സോമേഴ്സ് വീണ്ടും പറയുന്നുണ്ട്, എല്ലാ പ്ലാനും മൂഞ്ചി, ഈ പിള്ളേർ ഇങ്ങനെ മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരുന്ന ഉടനെ തന്നെ എല്ലാം കൂടി ഈ കുഴിയിൽ നിന്ന് താഴേക്ക് വീണ് ചത്ത് ചെതറും. സോമേഴ്സ് ഇപ്പോൾ ഗുങ്കോനോട് വിളിച്ചു പറയുന്നുണ്ട്, ഈ പിള്ളേരെ ഒന്ന് നിർത്താൻ പ്ലാൻ തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് അങ്ങേര് പറയുന്നു. കില്ലിംഗ്ഹാം ഇപ്പോൾ പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അവിടെ നിൽക്കുന്നത് ഗുങ്കോ ആണെങ്കിലും ഇപ്പോഴും അവൾ ഇമൂസമയുടെ കൺട്രോളിലാണെന്ന്. ഇപ്പോൾ ഈ കുട്ടികളുടെ പേരൻസ് ആണെങ്കിലും ആരോ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവരിപ്പോൾ അത് കടിച്ചു മുറിക്കാനും വെട്ടി മുറിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആരോ അനങ്ങുന്നില്ല. ഈ കുന്ത്രാണ്ടം ഇത് എന്തുകൊണ്ടുണ്ടാക്കിയതാ, എന്തൊക്കെ ചെയ്തിട്ടും ഇത് മുറിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നു. കുട്ടികളാണേലും അച്ഛ അമ്മ രക്ഷിക്കണേ എന്നൊക്കെ വിളിച്ച് കരയുന്നുണ്ട്. സോമേഴ്സ് ഇപ്പോൾ ഇവരോട് വിളിച്ചു പറയുന്നുണ്ട്, നീയൊക്കെ എത്ര മുക്കിയാലും ആ ആരോ ഒന്ന് അനങ്ങാൻ പോലും പോകുന്നില്ല. ആരോ സ്റ്റോപ്പ് ചെയ്യാൻ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എപ്പോഴേ ചെയ്യില്ലായിരുന്നോടാ പൊട്ടന്മാരെ. സോമേഴ്സ് എന്നിട്ടിപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ട്, കുട്ടികളെ രക്ഷിക്കാനായിട്ട് അവരുടെ പേരൻസ് ശ്രമിക്കുന്നു. പക്ഷേ എൻ്റെ മുള്ളുകൾ കുട്ടികളുടെ ദേഹത്തുള്ളത് കൊണ്ട് ഒരിക്കലും അവർക്കതിന് കഴിയില്ല. സോ അത് കാരണം ഇപ്പോൾ ഉടൻ തന്നെ എല്ലാ കുട്ടികളും ആ കുഴിയിൽ നിന്ന് താഴേക്ക് വീണ് ചാകും. ഹോ, എന്തൊരു രസകരമായ മരണമായിരിക്കും അത്. ചിന്തിച്ചിട്ട് തന്നെ കൊതിയാവുന്നു. മാത്രമല്ല ഇപ്പൊ ഗുങ്കോനെ കൺട്രോൾ ചെയ്യുന്നത് ഇമൂസമയാണല്ലോ. സോ ആരോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത കാരണം കുട്ടികൾ താഴേക്ക് വീണ് ചത്താൽ അതിന്റെ ഉത്തരവാദിത്തം പുള്ളിയുടെ തലയിലല്ലേ. ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് കുട്ടികളെ ഇനിയും വേണമെങ്കിൽ ഇവിടുന്ന് പിടിക്കാമല്ലോ. പേരൻസും കുട്ടികളും ഇങ്ങനെ നിസ്സഹായരായിട്ട് നിന്ന് കരയുന്നത് കാണാൻ തന്നെ എന്തൊരു ത്രില്ല. എജ്ജാതി സൈക്കോ മലരൻ. ഇപ്പൊ ഇത്രയും പോരാഞ്ഞിട്ട് ഇവൻ വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്, ഇവിടുത്തെ പീക്കിരി പിള്ളേരും അവരുടെ പേരൻസും കേൾക്കാനായിട്ട് പറയുകയാണ്, ഈ പിള്ളേരെ സേഫായിട്ട് ഹോളി ലാൻഡിൽ എത്തിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഇപ്പോൾ ചില സാങ്കേതിക തകരാറുകൾ കാരണം കപ്പലും സീ ക്ലൗഡും വാനിഷായി പോയിരിക്കുകയാണ്. അതായത് നീയൊക്കെ ഈ നടന്നു പൊക്കോണ്ടിരിക്കുന്നത് ഒരു ശൂന്യമായ കുഴിയിലേക്കാണ്. സോ ഫിനിഷിംഗ് ലൈനിൽ നിന്നെയൊക്കെ കാത്തിരിക്കുന്നത് കൊടൂരമായ നല്ല കിടിലൻ മരണമാണ്. ഇപ്പോൾ ഈ സൈക്കോ പറയുന്നത് കേട്ടിട്ട് കുട്ടികളൊക്കെ ഞെട്ടുന്നുണ്ട്. ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നാൽ നമ്മൾ താഴെ വീഴുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. മുള്ളെല്ലാം കുത്തി കയറി എൻ്റെ 2 കൈ പോയാലും കുഴപ്പമില്ല, എൻ്റെ കൊച്ചുമോനെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഒയ്മോ ഇപ്പോൾ ഒലാഫിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്താൻ നോക്കുന്നുണ്ട്. പുള്ളിയുടെ ദേഹത്തെല്ലാം ഇപ്പോൾ സോമേഴ്സിന്റെ മുള്ള് തറച്ച് കയറുകയാണ്. കില്ലിംഗ്ഹാം ഇപ്പോൾ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, ആ പരനാറി സോമേഴ്സ് എന്തൊക്കെയാ അവിടെ ചെയ്തു കൂട്ടുന്നേ. ആ പിള്ളേരെ കഷ്ടപ്പെട്ടൊന്ന് ഹാർബർ വരെ എത്തിച്ചതായിരുന്നു.
ഇപ്പോൾ ആ മുള്ളുകളുടെ അറ്റാക്കിൽ ഒയ്മോ താഴെ വീഴുന്നുണ്ട്. ഒലാഫ് ആണെങ്കിലും വിളിച്ചു പറയുന്നുണ്ട് ഒയ്മോ അപ്പൂപ്പനെ വേദനിപ്പിക്കരുതെന്ന്. ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ എനിക്കായില്ല, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒയ്മോ അവിടെ താഴെ വീണ് കിടപ്പുണ്ട്. കാര്യം ഇവർ എത്ര തടഞ്ഞു നിർത്താൻ നോക്കിയാലും ആ ആരോ പോകുന്ന റൂട്ടിൽ കുട്ടികൾ പൊക്കോണ്ടിരിക്കും. സോ അത് സ്റ്റോപ്പ് ചെയ്യാതെ നമുക്ക് കുട്ടികളെ സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒയ്മോ പറയുന്നു. സോ അപ്പോൾ കുട്ടികളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഒയ്മോ പറയുന്നതെന്ന് റിപ്ലൈ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ ഇങ്ങനെ മരണത്തിലേക്ക് നടന്നു പോകുന്നത് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുള്ളൂ എന്നാണോ? കുട്ടികൾ അണ്ടർവേൾഡിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ ബോഡി പോലും കിട്ടില്ല എന്ന് റിപ്ലൈയും ബാക്കിയുള്ളവരും ഒക്കെ പറയുന്നുണ്ട്. സോമേഴ്സ് ഇപ്പൊ ഇവരുടെ ഈ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഇവരാണേലും വിളിച്ചു പറയുന്നുണ്ട്, നിർത്തടാ ചെകുത്താനെ നിന്റെ ഈ കൊലച്ചിരി. ഇപ്പോൾ ഈ നടന്നു പോകുന്നതിൽ മാഗ് എന്ന് പറയുന്ന പയ്യൻ പറയുന്നുണ്ട്, ഇത് ഞാൻ ഓരോ തെറ്റുകൾ ചെയ്തതിന് ദൈവം തന്ന ശിക്ഷയാണ്. ദൈവം തന്ന ശിക്ഷയോ? നീ എന്താടാ ഈ പറയുന്നതെന്ന് ഒലാഫ് ചോദിക്കുന്നു. ഇപ്പോൾ ഇൽവയാണെങ്കിലും പറയുന്നുണ്ട്, ശരിയാ, ഞാൻ ഓരോ കുരുത്തക്കേടുകൾ ഒപ്പിക്കുമ്പോൾ എൻ്റെ അമ്മയും എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ സ്കാൾഡി എന്ന് പറയുന്ന ആ പയ്യനും ഇത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കുരുത്തക്കേടുകൾ ചെയ്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചാകാൻ പോകുന്നതെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് കോളോൺ ഇവരോട് ചോദിക്കുന്നു. പക്ഷേ എനിക്ക് ചാകണ്ട, ഇനിയും മുതൽ ഞാൻ നന്നായിക്കോളാമെന്നൊക്കെ പറഞ്ഞിട്ട് കോളോൺ ഇങ്ങനെ അലയ്ക്കുന്നുണ്ട്. ബാക്കി കുട്ടികളാണെങ്കിലും ഐ ആം സോറി, ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അലറുന്നുണ്ട്. ഇപ്പോൾ ഇവരാ കുഴിയുടെ അടുത്തെത്താറായി. ഇപ്പോൾ അതിൻ്റെ വലിയൊരു വ്യൂ നമ്മളെ കാണിക്കുന്നുണ്ട്. നല്ല വലിയൊരു കുഴിയാണ്. ഞാനിനി കുരുത്തക്കേട് കാണിക്കൂലേ എന്ന് പറഞ്ഞ് കോളോൺ കരയുകയാണ്. സോമേഴ്സ് തെണ്ടി ഇപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിങ്ങനെ ആഹ്ലാദിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കോളോണിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവൻ ഏതോ ഒരു ചെക്കനുമായിട്ടുള്ള ഫൈറ്റിൽ ജയിച്ചിട്ട് ആ ചെക്കൻ്റെ ഒരു ആക്ഷൻ ഫിഗർ സ്വന്തമാക്കിയിട്ട് അതുകൊണ്ടുവന്ന് റിപ്ലൈയെ കാണിക്കുകയാണ്. നോക്കമ്മേ, ഞാൻ ഫൈറ്റിൽ ജയിച്ച് നേടിയതാണെന്നൊക്കെ പറയുന്നു. ഇവൻ്റെ കയ്യിൽ ഇരിക്കുന്ന നമ്മുടെ എമറ്റിനെ പോലെ ഇരിക്കുന്ന ഒരു ജയന്റ് റോബോട്ടിന്റെ പാവയാണ്. ഈ സെയിം ഐറ്റത്തിനെ നമ്മൾ ആ എൽബാഫിലെ മ്യൂറലിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റിപ്ലൈ ഇവന്റെ അടുത്ത് പറയുന്നുണ്ട്, കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികളെ സൺഗോഡ് പ്രത്യേക നോട്ടം ഇടുമെന്ന് നിനക്കറിയില്ലേ കോളോൺ? നീ മറ്റു കുട്ടികളെക്കാൾ സ്ട്രോങ്ങർ ആയതുകൊണ്ടാണ് അവരുമായിട്ടുള്ള ഫൈറ്റിൽ നിനക്ക് ജയിക്കാൻ പറ്റുന്നത്. ശക്തി ഉണ്ടെന്ന് വെച്ച് നമ്മളെക്കാൾ ശക്തി കുറഞ്ഞവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറരുത്. ഇപ്പോ പെട്ടെന്ന് പോയി ആ കുട്ടിയോട് മാപ്പ് പറയാന്നും പറഞ്ഞ് റിപ്ലൈ ഇപ്പോൾ കോളോണിന്റെ ചെവി തിരിച്ചു വിടുന്നുണ്ട്. ഇൽവ ആണേലും ഇപ്പോൾ അവളുടെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നു. അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഇൽവ കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് എൻ്റെ കുക്കിംഗ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്ന്. ഇപ്പോൾ അവൾക്ക് ക്യാരറ്റ് ഒന്നും ഇഷ്ടമല്ല എന്ന് അവൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്കാൾഡിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവൻ്റെ അച്ഛൻ്റെ വാൾ എടുത്തുകൊണ്ട് വീണ്ടും അവൻ പുറത്തോട്ട് പോയതിന് അവൻ്റെ അമ്മ അവനെ വഴക്ക് പറയുന്നുണ്ട്. നാമി ദേഷ്യപ്പെടുമ്പോഴത്തെ ലുക്ക് പോലിരിക്കുന്നു അവൻ്റെ അമ്മയ്ക്ക്. ഒലാഫിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവന്റെ അപ്പൂപ്പനായിട്ടുള്ള ഒയ്മോയെ ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ഭയങ്കരനായിട്ടുള്ള പൈറേറ്റ് ആണല്ലേ, എനിക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല അപ്പൂപ്പ എന്നവൻ പറയുന്നു. പിന്നെ കാരിൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവളോട് അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ എപ്പോഴും അമ്മയടുത്ത് ഇങ്ങനെ കള്ളം പറയുന്നേ? ഇങ്ങനെ കള്ളം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ പൊന്നിനെ അമ്മ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക? മാഗിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവനിപ്പോൾ അവൻ്റെ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എൻ്റെ ഈ ഹോംവർക്ക് ബുക്കും എടുത്തുകൊണ്ട് സ്കൂളിലോട്ട് വന്നത്? ഞാനാണെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇത് മനഃപൂർവ്വം വീട്ടിൽ വെച്ചിട്ട് വന്നതാ. ഇപ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ ഓരോ കുരുത്തക്കേടുകൾ ചെയ്ത സീൻസ് ആലോചിച്ച് വിഷമിച്ച് കരയുകയാണ്. കോളോൺ ഇപ്പോൾ ആ കുഴിയുടെ അറ്റത്തെത്തി. അവൻ പറയുന്നുണ്ട്, എനിക്ക് ചാവണ്ട അമ്മേന്ന് വിളിച്ച് അവൻ കരയുന്നു. ഉടനെ ഇപ്പോൾ അവൻ്റെ മുന്നിൽ റിപ്ലൈ എത്തിയിട്ടുണ്ട്. കോളോൺ അമ്മയുടെ അടുത്തേക്ക് വാ മോനെ എന്നും പറഞ്ഞ് ഇപ്പൊ റിപ്ലൈ അവനെ ചേർത്ത് പിടിക്കുന്നു. റിപ്ലൈയുടെ ദേഹത്തെല്ലാം ഇപ്പൊ ഉടൻ തന്നെ മുള്ളുകൾ കുത്തി കയറുകയാണ്. ഇപ്പോ ഇത് കണ്ടിട്ട് ആകെ വിഷമിച്ചിട്ട് കോളോൺ വിളിച്ചു പറയുന്നുണ്ട്, അമ്മ എന്റെ അടുത്തുനിന്ന് മാറിപ്പോ, എന്റെ കൂടെ നിന്നാ എന്റെ അമ്മയും മരിക്കും. റിപ്ലൈ ഇപ്പൊ പറയുന്നുണ്ട്, ഒന്നും ഉണ്ടാവില്ല മോനെ, ഒന്നുമില്ല, അമ്മ ഒരിക്കലും നിന്നെ ഒറ്റയ്ക്ക് മരിക്കാൻ വിടില്ല. സോ ഇപ്പോൾ റിപ്ലൈ കോളോണിനെ കെട്ടിപ്പിടിച്ച് താഴേക്ക് വീഴുകയാണ്. ഇപ്പൊ നോക്കിയാൽ മറ്റു കുട്ടികളുടെ പേരൻസും ആ കുട്ടികളെ വന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും അവരുടെ പേരൻസിനെ വിളിച്ചിങ്ങനെ കരയുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ആ സോമേഴ്സ് കഴിവേറി അവിടെ നിന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. റോൺജ എന്ന് പറയുന്ന കുട്ടിയാണെങ്കിൽ ഈ അവസ്ഥയിലും പറയുന്നുണ്ട്, എല്ലാം ശരിയാവും ഗൈസ്, നമ്മളെ ഇവര് സേവ് ചെയ്യും. ഇവൾക്ക് ഇങ്ങനെ ഒരു കോൺഫിഡന്റ് ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് മുമ്പ് ഒരു ചാപ്റ്ററിലും കാണിച്ചിരുന്നല്ലോ. ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. റോൺജയാണ് ഇനിയും താഴേക്ക് പോകാനായിട്ട് പോകുന്നത്. അപ്പോഴും അവള് പറയുന്നുണ്ട്, അവര് നമ്മളെ സേവ് ചെയ്യും അല്ലേ. ഉടനെ ഇപ്പോൾ റോൺജയുടെ അച്ഛൻ വന്ന് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പുള്ളി കരഞ്ഞുകൊണ്ട് റോൺജയോട് പറയുന്നുണ്ട്, മോളെ നീ നന്നായിട്ട് തന്നെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അവളാണെങ്കിലും ഇപ്പൊ അച്ഛാന്ന് വിളിച്ച് കരയുന്നു. ഇപ്പോ ബെൻഡോയുടെ അടുത്ത് അവന്റെ അമ്മ വന്നിട്ടുണ്ട്. ബെൻഡോ ആരാണെന്ന് അറിയില്ലേ, ഈ ലോകത്ത് അവന് അമ്മയാണ് ഏറ്റവും പേടി എന്ന് പറഞ്ഞ ആ പയ്യൻ. ഇപ്പോ അമ്മയെ പേടിയാന്ന് പറഞ്ഞതിന് സോറി അമ്മയെന്ന് പറഞ്ഞവൻ കരയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ലടാ, അമ്മ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാ മോനെ ജീവിക്കുന്നതെന്ന് അവരും പറയുന്നു. ഇപ്പോൾ ജോഹന്ന എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൾക്ക് പേരൻസ് ഒന്നും ഇല്ലാന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവളും ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് ലൈബ്രറിയിൽ വെച്ച് ആഞ്ചെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേണമെങ്കിൽ നിന്റെ പേരന്റിന്റെ സ്ഥാനത്ത് നിൽക്കാൻ കേട്ടോ, പക്ഷെ നിങ്ങൾ എൻ്റെ അമ്മയല്ലല്ലോ എന്നിപ്പോൾ അവള് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആഞ്ചയാണ് ജോഹന്നയെ ചേർത്ത് പിടിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്.
അവളാണെങ്കിലും ആഞ്ചേ സെൻസേ എന്ന് വിളിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ റോഡിന്റെ ബ്രദറായിട്ടുള്ള ബ്യോണിനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് ഒരു നേടാണല്ലോ, ഒരു ഒറ്റാക്കുവാണ്, ഒരു പഠിപ്പി ടൈപ്പാണ് പുള്ളി. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ ഒഴിവാക്കിയിരുന്നല്ലോ. ഹാജറുദ്ദീനാണ് പിന്നെ അവന്റെ ഫ്രണ്ട് ആയത്. ഇപ്പോൾ റോഡ് ഇങ്ങനെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നീ എന്റെ ചേട്ടനാണെന്നും പറഞ്ഞ് സ്കൂളിലേക്ക് വരുന്നത് എനിക്ക് ഭയങ്കര നാണക്കേടാണെന്നൊക്കെ ബ്യോൺ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ കണ്ണിപ്പെടാതെ ഞാൻ നോക്കിക്കോളാവിടാന്നൊക്കെ റോഡെന്ന് പറയും. ഇതെല്ലാം ആലോചിച്ചിട്ട് ബ്യോൺ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ ചെയ്തതിനൊക്കെ ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിത്. ഇപ്പോൾ ബ്യോൺ ടാസോ എന്ന് വിളിച്ചുകൊണ്ട് റോഡ് അവന്റെ നേർക്ക് ഓടി വരുന്നുണ്ട്. നീ എന്തു പറഞ്ഞാലും കുഴപ്പമില്ലടാ, ചേട്ടനെ ഒന്നും മനസ്സിൽ വെച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് റോഡ് ഇപ്പോൾ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ബ്യോൺ ആണെങ്കിലും ഇപ്പോൾ ചേട്ടാന്ന് വിളിച്ചിട്ട് പൊട്ടിക്കരയുന്നു. സോമേഴ്സ് ഇപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, ഒന്നിനും കൊള്ളാത്തവന്മാര്, എല്ലാ എണ്ണം അങ്ങനെ താഴെ വീണു. ഈ കാഴ്ച കണ്ടിട്ട് എന്റെ ഹൃദയം തുടിക്കുന്നു. ഇവറ്റകൾക്കൊക്കെ പിള്ളേര് വീഴുന്നത് നോക്കി നിന്നാ പോരായിരുന്നു, അങ്ങനായിരുന്നേ 10 പിള്ളേരെ ചാവത്തുള്ളായിരുന്നു. ഈ പേരൻസ് എന്ന് പറയുന്നത് വല്ലാത്ത മന്ദബുദ്ധികൾ തന്നെ. സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി ചാവാൻ നടക്കുന്നു. ഈ കാഴ്ചയെല്ലാം കൂടെ കണ്ടിട്ട് ചിരിച്ച് എന്റെ വയറു വേദനിക്കുന്നു. നല്ല സുന്ദരമായ ഒരർത്ഥവും ഇല്ലാത്ത മരണം കാണാൻ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ഈ മോളിൽ നിന്ന് വീണവരെല്ലാം എന്തിന്റെയോ പുറത്തു വന്ന് വീണിരിക്കുകയാണ്. റിപ്ലൈ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, കോളോൺ നമ്മളിത് എവിടെയാണെന്ന് എനിക്കും വലിയ പിടിയില്ല, പക്ഷെ ആർക്കും ജീവൻ അപകടമൊന്നും പറ്റിയിട്ടില്ല എന്ന് കോളോൺ പറയുന്നു. ഇപ്പോ ലൂഫിയുടെ ശബ്ദം കേൾക്കാം, നിങ്ങളെല്ലാവരും എന്റെ ഗമ റൈസ് ക്രാക്കർ വയറിന്റെ മുകളിലാണ് ഇരിക്കുന്നത്, എന്റെ വയറ്റിന്റെ മുകളിലാണ് നിങ്ങളെല്ലാവരും ചവിട്ടി മെതിക്കുന്നത്, എല്ലാവരും പുറത്തിറങ്ങുമെന്ന്. അത് ലൂഫിയുടെ ശബ്ദമല്ലേ? നമ്മളെല്ലാവരും അപ്പൊ ലൂഫിയുടെ വയറിന്റെ മുകളിലാണോ ഈ നിൽക്കുന്നതെന്ന് ഓർത്ത് ഇവരെ അതിശയിക്കുന്നുണ്ട്. ഇപ്പോൾ ലോക്കിയുടെ ശബ്ദം കേൾക്കാം, അവൻ പറയുന്നുണ്ട്, ഹേയ് നമ്മൾ മുകളിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എണ്ണം എന്റെ പുറത്തുനിന്ന് ഇറങ്ങിക്കോണം, നീയൊന്നും എന്റെ ഫൈറ്റിനിടയിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഇത് കേട്ടിട്ട് ഈ ജയന്റ് പിള്ളേരും പിന്നെ അവരുടെ പേരൻസും വീണ്ടും ഞെട്ടുന്നുണ്ട്. അയാളുടെ പുറത്തുനിന്ന് ഇറങ്ങണമെന്നല്ലേ ഇപ്പൊ പറയുന്നത് കേട്ടതെന്ന് അവർ ചോദിക്കുന്നു. ലൂഫി ഇപ്പോൾ ഗിയർ 5 ഫോമിലാണുള്ളത്. അവൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും പെട്ടെന്ന് മുകളിൽ താഴേക്ക് വീഴുമായിരുന്നു, ഞങ്ങൾ ഈ വഴി പോയത് ഭാഗ്യം. ലോക്കി ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഈ ഡീല് തീരെ പിടിച്ചിട്ടില്ല, ഞാൻ ആരെ സംരക്ഷിക്കാനൊന്നും നിൽക്കുന്നവനല്ല, ഞാൻ ഗ്രേറ്റ് ഡിസ്ട്രോയർ ആണ്, സംഹാരമൂർത്തി എന്നൊക്കെ ലോക്കി പറയുന്നു. ഇപ്പോൾ ലോക്കിയുടെ ആ കണ്ണ് മാത്രമേ നമ്മളെ കാണിച്ചിട്ടുള്ളൂ, ആ രൂപം കാണിച്ചിട്ടില്ല. സോമേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട്, കാലാവസ്ഥ പെട്ടെന്ന് മാറിയല്ലോ, മഞ്ഞ് വീഴുന്നു, അതേപോലെ തന്നെ ഇടിമുഴക്കമൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മോൺസ്റ്റർ ഫോമിലേക്ക് ട്രാൻസ്ഫോം ആയിട്ട് ലോക്കി ആ ഹരാൾഡിനെ കൊന്ന സമയത്തും മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ മൊത്തം ഇടിമുഴക്കം കേൾക്കുന്നു, അതേപോലെ തന്നെ ആ ഓറസ്റ്റ് കൊട്ടാരവും മരങ്ങളും ഒക്കെ ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ഡ്രംസ് ഓഫ് ലിബറേഷനും കേൾക്കാം. അവിടെ ജാറൂളിന്റെ അടുത്ത് നിൽക്കുന്ന ജയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഡ്രംസിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നത്, എൽബാഫ് മൊത്തത്തിൽ കുലുങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ അവർ പറയുന്നു. ജാറൂൾ ഇപ്പോൾ ഒരു പ്രവചനം പോലത്തെ ഒരു വാചകം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഹാർലി ടെക്സ്റ്റിലുള്ള വേർഡ്സ് ആണെന്നാണ്. എന്തായാലും അതിങ്ങനെയാണ്, ഇടിമുഴക്കവും മഞ്ഞുവീഴ്ചയും ഒരുമിച്ച് നടക്കുന്ന ആ വിചിത്രമായ ദിവസം ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരു ഭീമാകാരനായ ജീവി പ്രത്യക്ഷപ്പെടും. സ്വാതന്ത്ര്യത്തിന്റെ പെരുമ്പറ ഇവിടെ ആകെ മുഴങ്ങിക്കേൾക്കും. കൂടെ തന്നെ സൺഗോഡും പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ ഇവരുടെ മുന്നിലെ കാഴ്ച കണ്ടിട്ട് സോമേഴ്സ് ഒക്കെ വാ പൊളിച്ച് നിൽക്കുന്നുണ്ട്. ഇമു ആണെങ്കിൽ ഇങ്ങനെ ഒന്നും വിടാതെ ശ്രദ്ധിച്ചു നോക്കുന്നു. നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ഡ്രാഗണായിട്ട് ലോക്കി വന്നിരിക്കുകയാണ്. അതിന്റെ കൊമ്പിന്റെ ഭാഗത്തായിട്ട് ലൂഫി ഇങ്ങനെ ഗിയർ 5 ഫോമിൽ ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് അണ്ണാന്റെ ഫോമിൽ റാഗ്നറും ഉണ്ട്. അവിടുത്തെ ആ ഡ്രീം മോൺസ്റ്റേഴ്സിനെ എല്ലാം ലോക്കി തൂത്തെറിയുന്നുണ്ട്. ലൂഫി ആണെങ്കിലും ഇപ്പൊ പറയുന്നുണ്ട്, നിനക്ക് എന്ത് വലിപ്പം വെച്ചു എന്ന് നോക്കിക്കേ, ഇനിയും കാര്യങ്ങൾ കൂടുതൽ രസമാവും. സോ ഗൈസ്, അപ്പൊ അന്യായ സൈസാണ് ഈ ലോക്കിയുടെ ഡ്രാഗൺ ഫോമിന്. മുകളിൽ നിന്ന് ആ ജയൻസ് വന്ന് ലോക്കിയുടെ പുറത്തേക്ക് വീണപ്പോ സൈഡില് ഒരു വലിയ മലയുടെ സൈസിൽ കണ്ടത് ലോക്കിയുടെ സ്കെയിൽസ് ആണ്, പുറത്തെ ഡ്രാഗണിന്റെ പുറത്തെ സ്കെയിൽസ്. സോ അപ്പൊ ആ ഡ്രാഗണിന്റെ സൈസ് എന്താണെന്ന് ഊഹിക്കാമല്ലോ. ഇപ്പൊ അതിന്റെ കണ്ണൊക്കെ നമ്മൾ മുൻപ് കണ്ടതുപോലെയല്ല, ആ ഡോമി റിവേഴ്സ് ഈ ജയൻസിന്റെ ഒക്കെ കൂട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡ്രാഗണിന്റെ ആ ഒരു രൂപം നമ്മൾ പങ്ക് ഹസാഡിൽ കണ്ട ആ ഒരു ഡ്രാഗണുമായിട്ട് സാമ്യമുണ്ട്. ഈ ഡബിൾ ഫ്രൂട്ടിന്റെ പേരെന്താണെന്നൊന്നും ഈ ചാപ്റ്ററിലും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കിഡിലൻ പാനലില് എൽബാഫിന്റെ ലിബറേഷൻ ഉള്ള സമയം വന്നു എന്ന് പറഞ്ഞൊരു എഡിറ്റേഴ്സ് നോട്ടിലാണ് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ആഴ്ച ബ്രേക്ക് ആണ്. നിങ്ങൾക്കപ്പോൾ എന്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഈ ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.